Hi students, welcome to our class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പഠിച്ചു. ഈ ഡൈപോൾ കൊണ്ട് ആക്സിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഫീൽഡ് അലോങ് ദ ആക്സിയൽ പോയിന്റ് ഓഫ് ദി ഡൈപോൾ. അപ്പൊ ആ രണ്ട് കോൺസെപ്റ്റും നിങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് field along the equatorial plane of the dipole. ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്താണ് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഡൈപോൾ എന്തായിരുന്നു? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ നമുക്കൊരു ഡൈപോള് എടുത്തു നോക്കാം. plus q and minus q charge separated by a distance 2l. ഈ ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണ് ഇവിടെ. ഓക്കെ, ആ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നമ്മൾ ഒരു പോയിന്റ് എടുക്കുന്നുണ്ട്, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ആൻഡ് ദിസ് പോയിന്റ് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മേളിലാണ്. ഡൈപോളിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മുകളിലാണ്. ആര്? പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോ ഈ ലെങ്ത് എന്തായിരിക്കും? ഡൈപോളിന്റെ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് L. ഈ ഹാഫ് ലെങ്ത് ഓഫ് ദ ഡൈപോളും എത്ര തന്നെയായിരിക്കും? L. ഓക്കെ, ഇവിടുത്തെ ലെങ്ത് L, ഇവിടുത്തെ ലെങ്ത് L, ഈ ഡിസ്റ്റൻസ് R. ഇനി നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? വി വാണ്ട് ടു പ്ലേസ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ നമുക്കിവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജില് പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കൊടുക്കും. കാരണം രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യാണ്? റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കാണ്. ആ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ. ഓക്കെ, ആൻഡ് ദ ഫീൽഡ് കറസ്പോണ്ടിങ് ടു ദാറ്റ് റിപ്പൾഷൻ ഈസ് ഗിവൺ ആസ് വെക്ടർ E1. അപ്പൊ ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായി. ആ റിപ്പൾസീവ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് നമ്മൾ എഴുതി. ആ ഫീൽഡ് ഏതാണ്? വെക്ടർ E1. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആ വെക്ടർ ക്വാണ്ടിറ്റി ഇപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുക അല്ലെ. അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന വെക്ടർ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും? വി വാണ്ട് ടു റിസോൾവ് ഇറ്റ് ഇൻടു ടു പെർപെൻഡിക്കുലർ കോമ്പണന്റ്സ്. രണ്ട് പെർപെൻഡിക്കുലർ കോമ്പണന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് ഏത് കോമ്പണന്റ് ഇവിടെ വരും, ഇവിടെ ഏത് കോമ്പണന്റ് ആണ് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആംഗിൾ അറിയണം. അപ്പൊ നമുക്ക് എടുക്കാം. If theta is the angle here, അല്ലെ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ് ഇവിടെ എന്തെന്ന് പറയാ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഡൈപോളിനും പോയിന്റ് പിക്കും ഇടയ്ക്ക് കിടക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? തീറ്റ. അപ്പൊ E1ന്റെ ഏത് കോമ്പണന്റ് ഇവിടെ പ്രസന്റ് ആയിരിക്കും? തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്നത് കോസ് കോമ്പണന്റ് ആണ്. അപ്പോ E1 കോസ് തീറ്റ. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും? E1 സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ E1ന്റെ കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി മൈനസ് ക്യൂ ചാർജ് ഈ +1 കൂളമ്പിനെ എന്ത് ചെയ്യും? ഇത് മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ there will be a force of attraction. ഡിഫറെന്റ് ടൈപ്സ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായി. +1 കൂളം ചാർജിനെ മൈനസ് ക്യൂ ചാർജ് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. ആ അട്രാക്റ്റീവ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് നമ്മൾ എഴുതി വെക്ടർ E2. ഈ വെക്ടർ E2ഉം എങ്ങനെ തന്നെയാണ്? ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? റിസോൾവ് ചെയ്യാണ് അല്ലെ. E2നെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ഒന്ന് ഇവിടെ, ഒന്ന് അലോങ് ദി ഡയറക്ഷൻ ഓഫ് E1 കോസ് തീറ്റ. നമുക്ക് അറിയണമെങ്കിൽ ആംഗിൾ മാർക്ക് ചെയ്യണം.
ഇവിടെയാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ ആൻഡ് പോയിന്റ് പി. പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് ആംഗിൾ ഈസ് ഓൾസോ ഈക്വൽ ടു തീറ്റ, കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ E2വിന്റെ ഏത് കോമ്പണന്റ് ഇവിടെ പ്രസന്റ് ആണ്? E2 കോസ് തീറ്റ. ഓക്കെ, അതുപോലെ തന്നെ E2വിന്റെ ഏത് കോമ്പണന്റ് ഇവിടെ പ്രസന്റ് ആയിരിക്കും? E2 സൈൻ തീറ്റ. ഓക്കെ, E2 സൈൻ തീറ്റ താഴേക്കുണ്ട്, E2 കോസ് തീറ്റ ഹൊറിസോണ്ടൽ ആയിട്ടും ഉണ്ട്. ഇനി നമുക്ക് E1 എന്താണ്, E2 എന്താണെന്നുള്ളത് നോക്കാം. അല്ലെ, റെസൊല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് E1 E2 രണ്ടിന്റെയും വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇവിടെ എല്ലും ഇവിടെ 6 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? X ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ നോക്കിയാൽ ഇത് എല്ലാണ്, L ലെങ്ത് ആണ് ബേസ്, ഓൾട്ടിറ്റ്യൂഡ് 6 ആണ്. അപ്പൊ ഇവിടെയും ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? X. ഈ ഹൈപ്പോണിയൂസും X തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് E1? E1 is equal to 1/4 pi epsilon 0 into പ്ലസ് Q ചാർജ് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ Q ഡിവൈഡഡ് ബൈ, നമ്മൾ സൈൻ എടുക്കില്ല, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഡിസ്റ്റൻസ് X ആണ്. ഓക്കെ, സിമിലർലി നമുക്ക് E2 എഴുതാം. E2 is equal to എങ്ങനെ എഴുതാം? 1/4 pi epsilon 0 into ഇവിടെ മൈനസ് Q ആണ്, എന്നാലും നമ്മൾ Q എടുക്കുള്ളൂ, കാരണം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോ ഈ രണ്ട് വാല്യൂസ് നോക്കിയാൽ നമുക്കറിയാം E1ഉം E2ഉം എങ്ങനെയാണ്? സെയിം ആണ്. രണ്ടിന്റെ വാല്യൂ സെയിം ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് E1 സൈൻ തീറ്റ ആൻഡ് E2 സൈൻ തീറ്റ? E1 സൈൻ തീറ്റ മേളിലേക്കാണ്, E2 സൈൻ തീറ്റ താഴേക്കാണ്. E1ഉം E2ഉം ഈക്വൽ ആണ്. അപ്പൊ അത് രണ്ടും എന്തായി പോയി? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നാൽ എന്തായി പോക്കോളും? ക്യാൻസൽ ആയി പോകും. അപ്പൊ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോയി. ഇനി E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയുണ്ട്, രണ്ടും ഒരേ ഡിറക്ഷനിലാണ് കിടക്കുക. അപ്പൊ അത് ക്യാൻസൽ ആയി പോവോ? ഇല്ല. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ E നെറ്റ് ഇസ് ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. ഓക്കെ, ഇവിടെ E1ഉം E2ഉം സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2E1 കോസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? E1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. E1ന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1/4 pi epsilon 0 into Q ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 1/4 pi epsilon 0 into Q ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ into cos തീറ്റ. cos തീറ്റയ്ക്ക് പകരം ഇവിടെ ട്രയാംഗിളിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? cos തീറ്റ is equal to adjacent side divide by hypotenuse, അഥവാ സമീപവശം ബൈ കർണം, അല്ലെ? adjacent side L ആണ്, hypotenuse X ആണ്. അപ്പൊ L ഡിവൈഡ് ബൈ X. L ഡിവൈഡഡ് ബൈ X. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 2 into Q into L ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into X cube. What about Q into 2L? ഇവിടുന്ന് Q into 2L is equal to നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, one of the charge into distance between them, dipole moment. ഓക്കെ, അപ്പൊ ഡൈപോൾ മൊമെന്റ് P ആണ്. ഡൈപോൾ മൊമെന്റ് P ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into X cube. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂവിന് പകരം എക്സ് ഇൻ ടേംസ് ഓഫ് എൽ ആൻഡ് ആർ, എല്ലിന്റെയും ആറിന്റെയും ടേംസിൽ എഴുതണം. അതിന് നമുക്ക് അറിയാവുന്നതാണ് പൈതഗോറസ് തിയറം, അല്ലെ? പൈതഗോറസ് തിയറം അനുസരിച്ച് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു
ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ക്യൂബ് ചെയ്താൽ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എത്ര വരാം? എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് ക്യൂബിന്റെ വാല്യൂ കിട്ടി. ആ വാല്യൂ എവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ നെറ്റ് ഇസ് ഈക്വൽ ടു P divided by 4 pi epsilon 0 into L square plus R square the whole raised to 3/2. ഓക്കെ, ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. ഇനി നമുക്ക് അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിന് വെക്റ്റർ സൈൻ കൊടുത്തിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് അതിനും വെക്റ്റർ സൈൻ കൊടുക്കാം. വെക്റ്റർ സൈൻ കൊടുത്തു. അപ്പൊ വെക്റ്റർ ഇ നെറ്റ് ഇസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ 4 pi epsilon 0 into L square plus R square the whole raised to 3/2. ഇനി ഈ രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസും ഇ നെറ്റും പിയും ഒരേ ഡയറക്ഷൻ ആണോ? നെറ്റ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിടക്കാണ് അല്ലെ? E1 cos θയും E2 cos θയും ഒരേ ഡയറക്ഷൻ ആണ്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ what about dipole moment? Dipole moment is from minus q to plus q അല്ലെ? അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കിടക്കുക, മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്. ഈ ഡയറക്ഷൻ ആണ്. അപ്പൊ രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായി? മൈനസ് വെക്ടർ പി ഡിവൈഡഡ് ബൈ 4 pi epsilon 0 into L square plus R square the whole raised to 3/2. ഇനി നമുക്കൊരു സ്പെഷ്യൽ കണ്ടീഷൻ കൊടുക്കണം. അപ്പൊ കണ്ടീഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഈ നെറ്റ് ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 into minus P divided by R square plus L square the whole raised to 3/2. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ലെങ്ത് L, ഹാഫ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ, ഡൈപോളിന്റെ പകുതി ലെങ്ത് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്നുള്ള കോൺസെപ്റ്റ് ആണ് എടുക്കുക. എങ്ങനെയാണ്? ഇഫ് L ഈസ് വെരി വെരി സ്മോൾ ഓൺ കമ്പയർ ടു R. അപ്പൊ ഈ ടേം L സ്ക്വയർ എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? L വളരെ ചെറുതാണെങ്കിൽ L സ്ക്വയർ നെഗ്ലക്റ്റ് ആയി പോവും. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 into minus P divided by R square the whole raised to 3/2 എന്ന് പറയുമ്പോൾ ഈ 2ഉം ഈ R സ്ക്വയറും തമ്മിൽ കട്ടായി പോവല്ലോ. R സ്ക്വയറിലെ സ്ക്വയറും തമ്മിൽ കട്ടായി പോയി. അപ്പൊ ബാക്കി എന്ത് വന്നു? R3. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ along the equatorial plane net electric field is equal to 1/4 pi epsilon 0 into minus P divided by R3. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഇക്വേഷൻ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആക്സിയൽ പോയിന്റിലെ ഇക്വേഷനും ഉണ്ട്. ഇനി നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു, ഈ ആക്സിയൽ എന്ന് പറയുന്നത് ഇത് ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. 1/4 pi epsilon 0 into 2 vector P divided by R3 അല്ലെ? ഇന്ന് നമ്മൾ പഠിച്ച വെക്ടർ ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു, ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4 pi epsilon 0 into minus P divided by R3. നമുക്ക് രണ്ട് ഇക്വേഷനും നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ? 1/4 pi epsilon 0 ക്യാൻസൽ ചെയ്തു, P ക്യാൻസൽ ചെയ്ത് പോകും, R cube ക്യാൻസൽ. ബാക്കി ഇനി എന്താ വരിക? വെക്ടർ ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു 2 divided by -1. അപ്പോ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ
ഇക്വറ്റോറിയൽ ഇങ്ങോട്ട് പോരും. അപ്പൊ എത്രയാ വരിക? 2 ടൈംസ് ഈ ഇക്വറ്റോറിയൽ. ഓക്കെ, അപ്പൊ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു എത്ര വരും? -2 ടൈംസ് ഈ ഇക്വറ്റോറിയൽ ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Okay, if you like this video, please subscribe and enable the bell button. Thank you.